വിജയൻ കേരളത്തിലെ ഏറ്റവും പ്രബലനായ നേതാവാണ്. ഇപ്പോൾ എണ്ണിയാൽ ഏറ്റവും പ്രബലനായ നേതാവ് അദ്ദേഹമാണ്. എല്ലാ കാലത്തും പല വിമർശനം ഉള്ളപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം പോന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഇവിടെ പിന്നോട്ട് പോയിട്ടില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ടവറിംഗ് ഫിഗർ ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ശരിയല്ലാതെ മറ്റൊന്നിനെയും അദ്ദേഹം അംഗീകരിച്ച പാരമ്പര്യമൊന്നുമില്ല. തള്ളിപ്പറയേണ്ട ഏതൊന്നിനെയും തള്ളിപ്പറയും. അത് സമുദായങ്ങളെ ആയാലും സമുദായ സംഘടനകളെ ആയാലും വിശ്വാസത്തെ ആയാലും രാഷ്ട്രീയ വിരോധികളെ ആയാലും ഒരു 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 വൈകാരികമായ സന്ദർഭത്തിലും തന്നെ നിലപാട് പറയാൻ മടി കാണിച്ചിട്ടില്ലാത്തതാണ് അദ്ദേഹം. നമുക്കറിയാലോ അതിന്റെ ചരിത്രം. ഷാജി പറയുന്നുണ്ടല്ലോ, പിണറായി വിജയൻ ആണ് ഈ കലാപം ഉണ്ടാക്കിയത്. ആ കലാപങ്ങളെ ഒതുക്കാൻ ആരാണ് രംഗത്ത് വന്നത്? UDF വന്നാൽ വർഗീയ കലാപം ഉണ്ടാവും, മാറാടിനെ കുറിച്ച് മിണ്ടരുതെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഓർമ്മിക്കണം. ആ പിണറായിയിലെ പാറപ്പുറം പള്ളി തകർക്കാൻ 300ഓളം വരുന്ന വർഗീയ കലാപകാരികൾ അവിടെ വന്ന കഥ വിധേയത്വ കമ്മീഷന്റെ മുമ്പിൽ വിവരിക്കുന്നത് മൊയ്തു എന്ന് പറയുന്ന ഒരു മുസ്ലിം മതവിശ്വാസം അടുത്ത ഒരു നുണ വിദ്വേഷ പ്രചരണമായി അവതരിപ്പിക്കുകയാണ്. അത് ഏറ്റെടുക്കുകയാണ് ചില മാധ്യമങ്ങൾ. ഇത് ഷാജിയുടെ പ്രസംഗം കാർഡുണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. ഇതാ പിണറായി വിജയൻ തലശ്ശേരി കലാപത്തിന്റെ ആസൂത്രകനാണ്, തലശ്ശേരി കലാപത്തിൽ പള്ളി പൊളിക്കുന്നതിൽ പിണറായി വിജയന്റെ സഹോദരന് പങ്കുണ്ട്, പ്രതിയാണ്, തെളിയിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ പിണറായി പറയുന്നുണ്ടാണ്, വെട്ടേറ്റ് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോകും. മാധ്യമങ്ങൾക്ക് ക്യാമറക്ക് മുമ്പിൽ നിന്ന് ഞാൻ വർഗീയതയോടെ ഏറ്റുമുട്ടി ഭരിക്കും എന്ന് പറയുന്ന പരിഹാസ്യതയല്ല പിണറായി വിജയൻ. ഈ KM ഷാജിയെ വെറുതെ വിടാൻ പറ്റില്ല. ഇയാൾ മോഡിയുടെ ഗുജറാത്ത് വംശഹത്യ നടന്ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഭ്രൂണത്തെപ്പോലും ശൂരത്തിൽ കുത്തിയെടുത്ത് ലോകത്താകെയുള്ള മനുഷ്യ മനസ്സാട്ടിയെ അങ്ങേയറ്റം ഞെട്ടിപ്പിച്ച ആ ഒരു പശ്ചാത്തലത്തിലാണ് മോഡിയെ ന്യായീകരിച്ച് രംഗത്ത് വന്ന വിദ്വാനാണിത്. മിണ്ടിയതല്ലോ. അപ്പൊ എന്താണത് കാണിക്കുന്നത്? സമുദായ നേതാക്കന്മാർക്കറിയാം ന്യൂനപക്ഷത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുന്ന ഒരു സർക്കാരാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ബിരുദ പഠനത്തിന് ശേഷം 23-ാം വയസ്സിൽ പാർട്ടി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി. 1972 28 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ MLA കുറിച്ചാണ് തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്വ കമ്മീഷൻ എഴുതി വച്ചത്. പിണറായി വിജയൻ എന്ന MLA ഇടപെട്ടിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറിപ്പോകും. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവൽ